ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനായാലും ദോശമാവൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ദോശയേക്കാളും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് റവ ദോശ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ റവ ദോശ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. ഇത് വറുത്തതാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഏത് റവ വേണമെങ്കിലും നമുക്ക് എടുക്കാം. 1/2 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗ്രാം കണക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ 1/2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടി നമുക്ക് വേണം, അതും ചേർക്കാം. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു പകുതി സവാളയുടെയും കുറച്ചുകൂടി കുറവായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ ഇത്രയും സവാള മതിയാവും, കാരണം നമ്മളിത് കുറച്ച് ദോശയാണ് ചുട്ടെടുക്കുന്നത്, അതിൻ്റെ പേരിലാണ്. ഇതിലേക്ക് നമ്മൾ എന്ത് ചേർത്താലും നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ദോശയ്ക്കെല്ലാം ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണ്. ഈ ദോശയ്ക്കെന്നല്ല, നമ്മൾ സാധാരണ അരിയും ഉഴുന്നൊക്കെ ചേർത്തിട്ടുള്ള ദോശ തയ്യാറാക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ അത് ചെയ്തിട്ടില്ലാത്തവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി, അതുപോലെ തന്നെ ഒരല്പം മല്ലിയില, എല്ലാം വളരെ കുറച്ച് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. അപ്പോൾ ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലാക്സ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് കുരുമുളക് പൊടി ചെറുതായിട്ട് ചതച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഉപ്പ് തികയില്ല, കാരണം നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളം ചേർത്തിട്ടാണ് ഇനി അടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പ് അനുസരിച്ചിട്ട് ചേർത്തേക്കണം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നമ്മൾ ചേർക്കുന്നത് ഇത് നല്ലതുപോലെ തിക്കായിട്ടൊന്നും ഇരിക്കാൻ പാടില്ല, നന്നായിട്ട് ലൂസായിട്ട് വെള്ളം പോലെ തന്നെ ഇരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം പോലും കട്ടയില്ല, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഇതുപോലൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ റവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം എന്തെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമേ ഈ റവയെല്ലാം നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് കിട്ടുള്ളൂ. നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ ആ റവയെല്ലാം തരിതരിയായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അത്രയും സമയം കൊണ്ട് ഈ റവയെല്ലാം നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടി വരും. എന്നാൽ ശരി, ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവെല്ലാം നമ്മൾ നേരത്തെ വെച്ചതിനേക്കാളും നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. റവയെല്ലാം നന്നായിട്ട് കുതിർന്നിട്ട് വന്നിട്ടുണ്ട്, വീണ്ടും ഒരുപാട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. നമ്മുടെ സാധാരണ ദോശയുടെ ബാറ്റർ പോലെയൊന്നും അല്ല, ഇച്ചിരി വെള്ളമായിട്ട് വേണം നമുക്കിത് തയ്യാറാക്കേണ്ടത്. വീണ്ടും കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം പോലും കട്ടിയില്ലാതെ വേണം വേണ്ടത്, ഈ ഒരു രീതിയിൽ. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് തവ ചൂടാക്കിയ ശേഷം ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഓരോ തവണയും ദോശ ചുടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ മുകളിൽ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും, അപ്പോൾ ബാക്കി മാവെല്ലാം അടിയിലായിരിക്കും. അതിൻ്റെ പേരിൽ ഓരോ തവണയും നന്നായിട്ട് നമ്മൾ മാവ് മിക്സ് ചെയ്തിട്ട് വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. നമ്മുടെ ദോശത്തവ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റവ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ദോശ ചുടുന്നത് പോലെ ഇത് ചുറ്റിച്ചു കൊടുക്കണമെന്ന് ആവശ്യമില്ല. നമ്മളിതുപോലെ മാവെടുത്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഓരോ പ്രാവശ്യവും നമ്മൾ തവയിലേക്ക് മാവ് ചേർക്കുമ്പോഴും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്.
നമുക്ക് ഈ റവ ദോശ തിരിച്ചിട്ട് കൊടുക്കണമെന്നുള്ള ആവശ്യമില്ല, കാരണം ഇത് 2 മിനിറ്റ് സമയം എടുത്തിട്ടാണ് ഇത് വെന്തിട്ട് കിട്ടുന്നത്. അതിൻ്റെ പേരിൽ നമുക്കിനി മറിച്ചിടണമെന്ന് ആവശ്യമില്ല, മുകൾ ഭാഗം നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. നമ്മൾ ഇപ്പോൾ എടുത്ത ഈ റവയുടെ അളവ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 12 റവ ദോശ വരെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണ നമ്മൾ ദോശ ചുടുന്നതിൽ നിന്ന് ഒരല്പം കൂടി സമയം എടുക്കും. ഇതൊരു 2 മിനിറ്റ് സമയം വേണ്ടി വരും നമുക്ക് ഓരോ ദോശയും ചുട്ടെടുക്കാനായിട്ട്. നല്ലതുപോലെ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും, കരിഞ്ഞിട്ടൊന്നും പോകില്ല. കാരണം നമ്മളിതിൽ ഒരുപാട് വെള്ളം ചേർത്തിരിക്കുന്നതിൻ്റെ പേരിലാണ് കുറച്ച് സമയം എടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണിത്. ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ദോശമാവൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ഈസി ആയിട്ട് ദോശ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാ ചട്നിയോ അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ചട്നിയോ ആണ്. അപ്പോൾ ഇത് 2 മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവരതൊന്ന് കണ്ടേക്കണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ക്രിസ്പി ആയിട്ടുള്ള റവ ദോശ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.